പരിചയത്തിന്റെ പേരില് കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ വാഹനങ്ങള് നമ്മൾ എടുക്കാറുണ്ടോ? എങ്കിലേ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ട്ടോ. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ആദ്യം തന്നെ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ പരിശോധിക്കണം. ബോഡിക്ക് തുരുമ്പോ തകരാറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമായി നോക്കണം. ഡോറുകളെല്ലാം തുറന്നു നോക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ അകത്ത് നിന്ന് തുറക്കാൻ മാത്രമേ ചില വണ്ടികൾക്ക് സാധിക്കൂ. ഒരു അപകടത്തിൽപ്പെട്ട നമ്മളെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട്. വാഹനത്തിന്റെ അകത്തേക്ക് കയറിയ എല്ലാ വാഹനങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്കൊരു മാരുതിയോ ഓൾട്ടോ ഓടിച്ചായിരിക്കും പരിചയം ഉണ്ടായിരിക്കുക. പക്ഷെ ചോദിച്ചാൽ നമുക്ക് ഡ്രൈവിംഗ് അറിയാം എന്നല്ലേ പറയാൻ സാധിക്കുക. ഓൾട്ടോ ഓടിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു ഇന്നോവ ഓടിക്കേണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമായി വാഹനത്തിന്റെ വലുപ്പം തന്നെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് റെന്റ് വാഹനം കിട്ടുമ്പോൾ അകത്ത് കയറി എല്ലാം പരിചയപ്പെടുക എന്നതാണ് പ്രധാനം. സീറ്റിന്റെ ഉയരം ക്രമീകരിക്കുക, സൈഡ് മിറർ എല്ലാം നമുക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുക. അതൊന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. എയർ കണ്ടീഷനിങ്, ലൈറ്റുകൾ, വിൻഡ്ഷീൽഡ് വൈപ്പറുകൾ, ഹാൻഡ് ബ്രേക്ക് എന്നിവ പോലുള്ള കാറിന്റെ ഫംഗ്ഷനുകളെ കുറിച്ച് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. വാഹനവുമായി നമ്മൾ ഇണങ്ങിക്കഴിഞ്ഞാൽ ധൈര്യമായി വാഹനം ഓടിക്കാൻ തുടങ്ങാം. പല റെന്റേ കാർ കമ്പനികളും ഫുൾ ടാങ്ക് ഇന്ധനവുമായിട്ടാണ് വാഹനം നൽകാറുള്ളത്. തിരികെ വാഹനം ഏൽപ്പിക്കുമ്പോൾ ഫുൾ ടാങ്കിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കമ്പനിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും വിശദമായി പരിശോധിക്കുകയും അവയുടെ താരിഫുകൾ വിശകലനം ചെയ്ത് വാഹനം വാടകയ്ക്ക് എടുക്കുകയുമാണ് പ്രധാനമായിട്ടുള്ളത്. കുറച്ച് കമ്പനികൾ ജാഗ്രതയോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഒക്കെ ആവശ്യപ്പെട്ടേക്കാം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാർ അതുപോലെ തന്നെ വാടകയ്ക്ക് എടുക്കുന്ന കമ്പനിയെ ആശ്രയിച്ച് ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. റെന്റ് കാർ എടുക്കുന്നതിന്റെ മറ്റൊരു ദോഷവശം എന്താണെന്നറിയോ? വാഹനം നമ്മൾ തന്നെ ഓടിക്കണം എന്നതാണ്. ഡ്രൈവറെ ഉൾപ്പെടുത്തിയ നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വാഹനം ഓടിച്ച് നമ്മൾ ക്ഷീണിതനാവില്ല എന്നതാണ് ഗുണം. ഒരു കാറിന്റെ ഉടമയാകാതെ മുതലാളിയെ പോലെ അത് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ പല വാഹന നിർമ്മാതാക്കളും നൽകുന്നുണ്ട്. കാറിന്റെ രജിസ്ട്രേഷൻ ഫീസോ ഇൻഷുറൻസുകളോ ഒന്നും നൽകാതെ കമ്പനിക്ക് ഒരു നിശ്ചിത പ്രതിമാസ തുക അടച്ച് കമ്പനിയുടെ കാർ സ്വന്തം കാറായി ഉപയോഗിക്കാനാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉപഭോക്താവിന് അനുവദിക്കുന്നത്. പരിമിത കാലം ഉപയോഗിച്ച ശേഷം കാർ കമ്പനിക്ക് തിരികെ നൽകണം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പെട്രോളിന് പ്രതിമാസ ഫീസ് ഈടാക്കും. എന്നാൽ കാറിന്റെ അറ്റകുറ്റപ്പണികളുടെ എല്ലാ ചെലവുകളും രജിസ്ട്രേഷൻ ഫീസും ഇൻഷുറൻസും എല്ലാം കാർ നിർമ്മാതാവ് അടയ്ക്കും. ഒരു റെന്റേ കാർ എടുക്കുന്നതിന് ഗുണവും ദോഷവും ഉണ്ട് എന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ പിന്നെ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.